നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു. മോള് കോളേജിലൊക്കെ സ്റ്റെല്ല മെൻസിലെ മോള് പഠിച്ചത്. അപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ വന്നിച്ച് പറയും, അമ്മ ഡാഡി വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഡാഡിയുടെ രാജഹംസൻ എന്നുള്ള പാട്ട് എന്തോരം ആരാധകർ ഞങ്ങളുടെ കോളേജിൽ, അങ്ങനെയൊക്കെ ഒന്ന് പറയായിരുന്നു. അതുകൊണ്ട് അവളെപ്പോഴും പറയും ഡാഡിയുടെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്, ഇപ്പൊ പാടാന്ന് തോന്നും, പാടി തുടങ്ങുമ്പോൾ അറിയാം എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയും. ജാനകിയമ്മയുടെ പിന്നെ വേറെ ഏത് പാട്ടാണ് ഇഷ്ടമുള്ള? ഇതിപ്പോ ചിത്ര ചേച്ചിയുടെയാണ്. ഗോപിക ഇഷ്ടമാണ്. സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു ഗോപികയ്ക്ക്. ആണല്ലേ? ഗോപിക അതേപോലെ നല്ല രസമുള്ള പാട്ടല്ലേ? അതെ അതെ. ഗോപിക 2 വരി. ഗോപികേ നിൻ വിരൽ തുമ്പുരും ഇവി തുമ്പി, ഗോപികേ നിൻ വിരൽ തുമ്പുരും ഇവി തുമ്പി, വീണയോ വിരഹമോ തേനഞ്ചിൽ തേങ്ങി, ഗോപികേ ആ ആ ആ ആ. ഓ അതേപോലെ ജാനകിയമ്മ ഈ സ്വർണ്ണമുഖിലെ പാടുന്ന സമയത്ത് ആദ്യം ജോൺസൺ മാഷ് പാടി, രണ്ടാമത് വീണ്ടും പാടിച്ചു, മൂന്നാമത് വീണ്ടും പാടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിച്ചു വന്ന അമ്മയ്ക്ക് പാട്ട് പിടിക്കലയാ എന്ന് ചോദിച്ചപ്പോൾ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ജോൺസൺ പാടുന്നത് പോലെ പാടാനാണ്, ജോൺസൺ എന്നല്ലല്ലോ പറയണേ, ദേവരാജ മാസ്റ്ററും ജാനകിയമ്മയൊക്കെ ജാൻസൺ എന്നാണ് വിളിക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജാനകിയമ്മയെ കുറിച്ച് എന്തൊക്കെയാ ജോൺസൺ മാഷി ശരിക്കും അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത്? ഭയങ്കര നല്ല ഇഷ്ടമാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ കാലിക്കറ്റ് വെച്ച് ബാബുക്കാരൻ്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴായിരുന്നു, അവിടെ സ്റ്റേജ് ഷോയിൽ ഇങ്ങനെ ജാനകിയമ്മയെ പാടിയത്. അപ്പം പാടുന്ന സമയത്ത് ചേട്ടനോട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള മ്യൂസിക് ഡയറക്ടറുടെയൊക്കെ മുമ്പിൽ, അത് ചേട്ടനും ഭയങ്കരമായിട്ട് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ കൂടി ഇത്രയും സന്തോഷം തോന്നിയിട്ടില്ലായിരുന്നു. ജാനകിയമ്മ അത് പറയണ കേട്ടപ്പോൾ ഭയങ്കര ഒരു മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം വന്നു എന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു. മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മുമ്പിൽ പാടാൻ പറ്റുന്നത് അവർക്ക് വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പാട്ടുകളൊക്കെ പാടിയത്. അതേപോലെ ആദ്യ കാലഘട്ടത്തിൽ ഈ മാസ്റ്ററുടെ കൂടെ നിന്നിട്ട് ഒത്തിരി പാട്ടുകളിൽ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ജോൺസൺ മാഷ്. അപ്പോൾ ദേവരാജൻ മാസ്റ്റർ ശരിക്കും ഒരു ഗുരു മാത്രമായിരുന്നില്ല, അതിനപ്പുറത്തേക്കൊക്കെ ആയിരുന്നു. അതെ, ചേട്ടനൊരു ശരിക്കും ഒരു ഫാദറിന്റെ ഒരു ഇതിലാണ് മാഷിന് ചേട്ടൻ കണ്ടിരുന്നത്. എപ്പോഴും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ലീലാമണി ചേച്ചിയും ഇപ്പൊ മാഷിന്റെ വൈഫ് ലീലാമണി ചേച്ചിയും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. കുടുംബമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ? ഉണ്ട് ഉണ്ട്. ചേച്ചി എപ്പോഴും വിളിക്കും. അല്ലെങ്കിൽ ചേച്ചിക്ക് തന്നെ വിളിക്കാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും അനിയനൊക്കെ അവിടെ പോകുമ്പോ അവിടെ കയറാറുണ്ട്. അനിയൻ എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ ഇളയനിയൻ. അപ്പൊ അവരോട് ചെല്ലുമ്പോ ഫോൺ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ എന്നെ വിളിച്ചിട്ട് ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് അങ്ങനെ സംസാരിക്കാറുണ്ട് ഞങ്ങള്. നേരത്തെയൊക്കെ ചേച്ചി തന്നെ വിളിക്കുമായിരുന്നു, ചേച്ചിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റൂല. ചെറുപ്പത്തിൽ കളിക്കാനൊക്കെ അധികം സമയം കണ്ടെത്താതെ ഓടിപ്പോയിട്ട് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കാതോർത്ത് നിൽക്കുന്ന ഒരു ജോൺസൺ മാഷ് ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് വോയിസ് ഓഫ് തൃശ്ശൂരിലേക്കൊക്കെ എത്തുന്നതിൻ്റെ കാരണമായത്. ആ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകളൊക്കെ പറയുമായിരുന്നു മാഷ്. നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 10ാം ക്ലാസ്സൊക്കെ ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായത്. ബികോം പാസ്സായി. എപ്പോഴും പറയും, ഞാൻ ഈ ജോലിയൊന്നും അല്ല ചെയ്യേണ്ടത്, ഞാൻ ബാങ്കിലെ ജോലി കയറാൻ വേണ്ടിയാണ് പഠിച്ചതെന്ന് പറയുമായിരുന്നു. ഒരു കാലഘട്ടത്തില് കൈതപ്രം ജോൺസൺ മാഷ് കൂട്ടുകെട്ടെന്ന് പറയുന്നത് ഒരിക്കലും പിരിയരുത് എന്ന് അമ്മ കൂടി ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. കൈതപ്രം സാറിനോട് ജോൺസൺ മാഷ് ഒരിക്കൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, എൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടൊരിക്കലും വിടരുത് എന്ന് പറഞ്ഞിട്ട്. കൈതപ്രത്തിനെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് അമ്മ ഓർക്കുക എന്ന് പറയും? എപ്പോഴും അവിടെ വരുമ്പോഴൊക്കെ വീട്ടിലൊക്കെ വരുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിലൊക്കെ പോകും. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ, പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ അമ്പലം. അപ്പോൾ കൈതപ്ര അങ്ങോട്ട് അവരുടെ അമ്പലത്തിലേക്ക് പോകും, ഞങ്ങൾ പള്ളിയിൽ പോയി
പ്രവർത്തിച്ചിട്ട് അങ്ങനെ ഒരുമിച്ച് ബീച്ചിലൊക്കെ പോയിട്ട് അങ്ങനെ തിരിച്ചു വരും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. കൈതപ്രത്തിനെ ഒരിക്കലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ കണ്ടപ്പോൾ വിളിച്ചത് സാറല്ലേ കൈതപ്രം ജോൺസൺ എന്നാണ് ചോദിച്ചത്. അതെ, അത് ഞാനും കേട്ടിട്ടുണ്ട്. ഈ റേഡിയോയിൽ നിരന്തരമായി പാട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അതെ, അവരുടെ ഒരു കോംബോ, ഒരുപാട് പാട്ടുകൾ, മൗന സരോവരം ഉൾപ്പെടെയുള്ള പാട്ടുകൾ കൈതപ്രത്തിന്റെ പാട്ടുകളാണ്. അപ്പൊ ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ദേവാങ്കണങ്ങൾ, പാലപ്പൂവേ, ലാസ്റ്റ് ചെയ്ത ഫോട്ടോഗ്രാഫറിലും കൈതപ്രം തന്നെയായിരുന്നു. അതെ, ഇടയ്ക്ക് വീണ്ടും ബ്രേക്കിന് ശേഷം വന്നിട്ട് ചെയ്ത ഫോട്ടോഗ്രാഫർ, അത് ഭയങ്കര പ്രമോദിന്റെ പടമായിരുന്നു. കൈതപ്രത്തിന്റെ ഏതാണ്, ദേവിയാണോ? ശ്യാമാംബരം. ശ്യാമാംബരം. ശ്യാമാംബരം ശരിക്കും അർത്ഥം എന്ന് പറയുന്ന സിനിമയിൽ പാട്ടുകളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യൻ അന്തിക്കാടിന് തോന്നിയിരുന്നത്. പക്ഷേ പിന്നീട് ഈ ദൂരദർശനിലൊക്കെ ചിത്രഗീതം പരിപാടിയിലൂടെയാണ് സിനിമയെക്കുറിച്ചുള്ള അറിയിപ്പ് പോലെ കിട്ടുന്നത്. അപ്പൊ ചിത്രഗീതത്തിന് വേണ്ടിയിട്ടാണ് ആ ശ്യാമാംബരം എന്ന പാട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ ആലോചിച്ചു, ഓ അത് ചെയ്യാതിരുന്നെങ്കിൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നഷ്ടപ്പെടുമായിരുന്നു. ശ്യാമാംബരം നോക്കാം. ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടാൽ മനമലയും ചന്ദ്രകാന്ത കല്ല്. ദൂരെ കണ്ടാൽ മനമലയും ചന്ദ്രകാന്ത കല്ല്. ശ്യാമാംബരം. മായാമയൂരം എന്ന് പറയുന്ന പാട്ട് അസാധ്യമായ പാട്ടാണ്. അത് ഇവരുടെ കൂട്ടുകെട്ടിലുള്ള നല്ലൊരു പാട്ടാണ്. അതിഷ്ടമല്ലേ അമ്മയ്ക്ക് മായാമയൂരം? എനിക്ക് തോന്നുന്നു എം ജി ശ്രീകുമാറിന്റെ വേറിട്ട ശബ്ദമാണ്. രാഗദേവനും ഒക്കെ പാടിയിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര രസമുള്ളൊരു പാട്ടാണ് മായാമയൂരം. അതെ, ശ്രീകുട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുട്ടന്റെ പാട്ടുകളിൽ ഒരു 10 പാട്ട്, ഏറ്റവും നല്ല പാട്ടുകളിൽ ഒരു 10 പാട്ട് എടുത്താൽ അതിൽ ഒന്ന് മായാമയൂരമാണ്. പ്രിയമാനസം ഭാവാർദ്രമായി ലയരാഗഭാവനയിൽ മായാമയൂരം പീലിതീർത്തിയോ ആശാമരാളം താളമേകിയോ. ഈ കൈതപ്രം പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ലാലേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കണ്ണീർ പൂവിൻ്റെയാണ്. ആ പാട്ട് ഇഷ്ടമാണോ അമ്മയ്ക്ക്? ഇഷ്ടം.